മറ്റൊരാളുടെ ബിസിനസ് കണ്ടുകൊണ്ട് ഇതിന് മാർക്കറ്റ് ഉണ്ട്, ഇത് എനിക്കും ചെയ്യാമെന്ന് വിചാരിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, മറ്റൊരാളൊരു ബിസിനസ് ചെയ്ത് അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആവുന്നത് അകലെ നിന്ന് കണ്ടുകൊണ്ട് എനിക്കതേ ബിസിനസ് ചെയ്താൽ അദ്ദേഹത്തിനെ പോലെ അതേ രീതിയിൽ നല്ല പോലെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും, നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റും, ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ കണ്ടുകൊണ്ട് മറ്റുള്ളവൻ്റെ ആ ഒരു ബിസിനസ് സക്സസ് കണ്ടുകൊണ്ട് അതേ സെയിം ബിസിനസ് തുടങ്ങുന്ന പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആളുകളുടെയൊക്കെ ആ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം ബിസിനസ് തുടങ്ങി നല്ല പോലെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് തുടങ്ങി പൂട്ടിപ്പോയിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്കറിയാം. നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് ഇങ്ങനത്തെ ആളുകളുടെ ഒരുപാട് ഹിസ്റ്ററി നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ റിയാദിൽ ഒരു 2 ബിസിനസ്സുകാരുടെ കൂടെ ഏകദേശം കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 2 ബിസിനസ്സുകാരുടെ കൂടെ ഇരുന്ന ആളുകളൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു താല്പര്യമായിട്ട് അവർ വന്നിട്ട് ഒരു ബിസിനസ് അങ്ങ് തുടങ്ങുക ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ശരിയായിട്ടുള്ള ഒരു ഡയറക്ഷനില്ല, ശരിയായിട്ടുള്ളൊരു വിഷനില്ല, അവർക്ക് അവരുടെ ബിസിനസ് എങ്ങനെ എങ്ങോട്ട് പോകണം എന്ന് പറയുന്ന ബിസിനസ് സ്ട്രാറ്റജി ഇല്ല, ഒന്നുമില്ലാണ്ട് മറ്റൊരാളുടെ ബിസിനസ് കണ്ടുകൊണ്ട് ഇതിന് മാർക്കറ്റ് ഉണ്ട്, ഇത് എനിക്കും ചെയ്യാമെന്ന് വിചാരിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു രീതിയിൽ ബിസിനസ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ വേണം, അല്ലെങ്കിൽ നല്ല ധാരണയുള്ള ആളുകളെ നമ്മൾ പാർട്ട്നേഴ്സായിട്ട് കൂട്ടിക്കൊണ്ട് ഓരോ പാർട്ട്നേഴ്സും ഓരോന്നിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇനി മുതൽ ബിസിനസ് പെട്ടെന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിലാണ് എക്സ്പേർട്ട്, എനിക്ക് എന്താണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുക, എനിക്ക് ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് എൻ്റെ സർവീസ്, എനിക്ക് പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുക, അത് കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടോ, അങ്ങനെയെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജി, അതിൻ്റെ ടാക്ടിക്സ്, അതിനൊരു പ്ലാനിങ് നമ്മുടെ കയ്യിലുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെടാവൂ. മറ്റുള്ളവൻ്റെ സക്സസ് കണ്ടുകൊണ്ട് അതേ ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ ഉള്ള പോലെ അതേ ഒരു ഗതിയായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഇനി ബിസിനസ് തുടങ്ങുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തിലാണോ എക്സ്പേർട്ട്, നിങ്ങൾക്ക് എന്താണോ പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് എന്ത് സർവീസാണോ ഉഷാറായിട്ട് കൊടുക്കാൻ പറ്റുക, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചാണോ നോളജ് ഉള്ളത്, അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട്, അതിൽ വേറെ ആളുകളുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം യു നോ ഹൗ ടു സെർവ് യുവർ ക്ലയൻറ്റ് ബെസ്റ്റ്, അതാണ് നമുക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം. അല്ലാതെ അറിയാത്ത ബിസിനസ് ചെയ്യരുത്, മറ്റുള്ളവർ സക്സസ് ആവുന്നു എന്ന് കണ്ടുള്ള ബിസിനസ് ചെയ്യരുത്. നമുക്കറിയാവുന്ന ബിസിനസ് നല്ല രീതിയിൽ സ്ട്രക്ചറോട് കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു പാഷൻ ഉണ്ടാവും, നമ്മൾ ചെയ്യുന്നത് കാശിന് വേണ്ടി മാത്രമാവില്ല, അപ്പോൾ നമുക്ക് സക്സസ് ഉണ്ടാവും. Myself Suhas Chapali, I'm an international business coach and profit strategist. If you are facing issue in your service business, do let me know. We can have a free discovery session, and next time I will come with a very valuable video. Till then, bye bye.